അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ഒരു സർക്കാരും കൊണ്ടുവരുന്ന വികസന പദ്ധതികളെ അല്ല സത്യത്തിൽ എതിർക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു മേഖലയിലൂടെയാണ് ഈ ഒരു തീരദേശ ഹൈവേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു സർക്കാരിനെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ ഇതൊക്കെ വിഷമം കൊണ്ട് പറയുന്നതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കിട്ടുന്ന ടാക്സ് കൊണ്ടൊക്കെ തന്നെയാണ് ഈ കാണുന്ന റോഡുകളും മേൽപ്പാലങ്ങളും എല്ലാം നിർമ്മിക്കേണ്ടത്. അപ്പം അതൊന്നും ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം നശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പിന്നെ എന്തിനാ നമ്മൾ ടാക്സ് കെട്ടുന്നത്? ആ ഒരു കെട്ടുന്ന ടാക്സ് അത് നമ്മുടെ സമ്പാദ്യമാണ്, നമ്മുടെ നാടിന്റെ സ്വത്താണ്. ആ ഒരു സ്വത്ത് നല്ല രീതിയിൽ ചെലവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നും വേണ്ട, നമ്മൾ സമ്പാദിച്ചു വെക്കുന്ന സമ്പാദ്യം നമ്മൾ മക്കള് ദൂർത്തടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പം അതുപോലൊക്കെ തന്നെയാണ് നമ്മളെ നാടിന്റെ സമ്പാദ്യം. നാടിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ കെട്ടുന്ന ടാക്സ്, അതൊക്കെ സ്വരൂപിച്ച് കൂട്ടി വെക്കുന്ന ഖജനാവിൽ ഉണ്ടാകുന്ന കാശാണ്. അപ്പം അത് നല്ല രീതിയിൽ ചെലവാക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റുള്ള ഒരു ഏരിയ ആണ് ബ്രോ, ഇത്രയും ഹൈറ്റുള്ള ഒരു ഏരിയ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ അതിശക്തമായിട്ടുള്ള കടലാക്രമണ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ കേട്ടോ. നിലവില് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പാറക്കെട്ടുകളും ഇവിടെ നിലനിൽക്കുന്നില്ല. ഞാൻ വീണ്ടും പറയാണ്, അത് മൈൻറ്റെയിൻ ചെയ്യാനോ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് അത് മൈൻറ്റെയിൻ ചെയ്യാനോ നാളിതുവരെയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിനും പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള മേഖലയിലൂടെയാണ് ഈ ഒരു റോഡ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ അത് വീണ്ടും പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. 3 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു തരും നമുക്ക് പ്രകൃതി എത്രമാത്രം നമുക്ക് ആപത്ത് വരുത്തും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ഹൈറ്റുള്ള മേഖലയാണ്. നിങ്ങൾ നോക്കിയേ, അത്രയും പാറക്കെട്ടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഏതെങ്കിലും ഒരു പാറക്കെട്ടുകൾക്ക് ക്ഷയം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. നമ്മളെ മക്കള്, നമ്മളല്ലാണ്ടെങ്കിൽ നമ്മളെ മക്കള് അനുഭവിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുന്നിൻ മലപ്രദേശം തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഒരു മലപ്രദേശം തന്നെയാണ്. അപ്പം ഇതൊക്കെ മൊത്തം നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തൂടെ നമ്മുടെ ഈ ഒരു തീരദേശ റോഡ് കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനെ ഇത്രമാത്രം എതിർക്കുന്നതും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചിട്ട് ആ ഒരു പ്രകൃതിയെ നമ്മൾ പുനർനിർമ്മിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറ്റുന്ന സംഭവമല്ല.